നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ പല കോണുകളിലും ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങൾ, അതുപോലെ വെള്ളപ്പൊക്കം ഇത്തരത്തിലുള്ള പ്രകൃതി നാശങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രകൃതിയിൽ മനുഷ്യൻ ചെയ്യുന്ന പല കൈകടത്തലുകളുടെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഫലനങ്ങൾ നമുക്ക് ഇത്തരത്തിൽ ദുരന്തങ്ങളുടെ രൂപത്തിൽ തിരിച്ച് ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും പല മഴ പെയ്യുമ്പോഴടക്കം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും കൃത്യമായി പറയാറുണ്ട്. ഇപ്പോൾ ഇനിയും നമ്മുടെ രാജ്യത്ത് പല കോണുകളിലും ഭൂകമ്പ സാധ്യതകൾ ഏറുകയാണ് എന്നുള്ള വളരെ നടുക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഭൂകമ്പ സാധ്യത ഏറ്റവും അധികമുള്ള മേഖലയാണ് ഹിമാലയം. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലവും ഹിമാലയമാണ്. യൂറോപ്യൻ ഫലകവും ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും കൂടിച്ചേരുന്ന മേഖലയാണ് ഇവിടം. ഇവിടെ ഉണ്ടാകുന്ന ഉരസലുകൾ വർഷത്തിൽ നിശ്ചിത മില്ലിമീറ്റർ വീതം ഹിമാലയത്തിന്റെ ഉയരം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഫലകങ്ങൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിന് പുറമെയാണ് മനുഷ്യർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന സമ്മർദ്ദം. അത് ഭൂമിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ നിന്ന് ഒരു പ്രതിഫലനം തിരിച്ചുണ്ടാകുന്നത്. ഹിമാലയൻ മേഖലകളിൽ പെരുകുന്ന ജനവാസവും ഇത്തരം ഒരു വലിയ ഭൂചലനത്തിലേക്ക് വഴിവെക്കുമെന്ന് പല പഠനങ്ങളും മുൻപും വന്നിട്ടുണ്ട്. വിനാശം വിതച്ച ഒട്ടേറെ ഭൂകമ്പങ്ങളുടെ ചരിത്രമുള്ള ഹിമാലയത്തിൽ 2 വലിയ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയെന്നാണ് പഠനം. മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ 8.8 തീവ്രതയുള്ള ഭൂകമ്പങ്ങൾക്ക് സാഹചര്യമുണ്ടെന്നാണ് കണ്ടെത്തൽ. നാസയിലെയും കാൽടെക്കിലെയും ശാസ്ത്രജ്ഞരുമായി സഹകരിച്ച് അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ നേതൃത്വം നൽകിയ പഠനത്തിന്റെ റിപ്പോർട്ട് ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ KM ശ്രീജിത്ത്, കുസാറ്റിലെ മറൈൻ ജിയോളജി ജിയോഫിസിക് വിഭാഗ് മേധാവി പ്രൊഫസർ PS സുനിൽ എന്നിവരാണ് പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഡോക്ടർ അജീഷ് P സജി, MCM ജാസിർ അതുപോലെ മറ്റുള്ള പ്രധാന ആളുകളും പങ്കുവച്ചിട്ടുള്ള പഠനമാണ് നടത്തിയത്. ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മേഖലയെ സംബന്ധിച്ച് 4 വർഷത്തെ പഠനമാണ് നടന്നത്. ഉപഗ്രഹാധിഷ്ഠിത ജിയോഡെറ്റിക് ഡാറ്റയും ഗണിത മാതൃകകളും ഉപയോഗിച്ചായിരുന്നു പഠനം. നേരത്തെ കുസാറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എന്നിവയിലെ ഗവേഷകരും ജിയോ ഫിസിക്കൽ ജേണൽ ഇന്റർനാഷണൽ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവും സമാന നിഗമനങ്ങളിലെത്തിയിരുന്നു. ഭൂകമ്പ സമയം പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും 2 പഠനങ്ങളും ഹിമാലയൻ മേഖലയിലെ ഭൂകമ്പ സാധ്യതയിലേക്കും തയ്യാറെടുപ്പുകൾക്കുള്ള പ്രാധാന്യത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. മധ്യ ഹിമാലയൻ മേഖലയിൽ അടിഞ്ഞുകൂടിയ ടെക്ടോണിക് സമ്മർദ്ദം മുൻപത്തതിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് കണ്ടെത്തൽ. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങളായി തുടരുന്ന ഇന്ത്യൻ യൂറേഷ്യൻ ഫലകങ്ങളുടെ കൂട്ടിയിടിയുടെ ഫലമായി രൂപപ്പെട്ടതാണ് ഹിമാലയ പർവ്വതനിരകൾ. ഇതിന് പിന്നിലെ നൂറ്റാണ്ടുകളായി ശേഖരിക്കപ്പെടുന്ന ഫലക ചലന സമ്മർദ്ദം ഭൂചലനങ്ങളായി മാറി വലിയ ഭൂകമ്പങ്ങൾ ആവർത്തിക്കുന്നു. 2015 നേപ്പാളിലായിരുന്നു ഏറ്റവും ഒടുവിൽ വലിയ ഭൂകമ്പം ഉണ്ടായത്. ഏകദേശം 9,000 ആളുകളാണെന്ന് ദുരന്തത്തിൽ അവിടെ മരിച്ചത്. 7.8 ആയിരുന്നു തീവ്രത. ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഹിമാലയൻ മേഖലയിൽ ഉത്തരകാശിയിൽ 1991 വലിയ ഭൂകമ്പം ഒടുവിലുണ്ടായത്. 6.8 തീവ്രതയുള്ള ഭൂകമ്പത്തിൽ 761 പേർ മരിച്ചിരുന്നു. 1999 ചമോലിയിൽ 6.6 തീവ്രതയുള്ള ഭൂകമ്പത്തിലും 103 പേർ മരിച്ചു. റിക്ടർ സ്കെയിലിൽ 8.5 വരെ രേഖപ്പെടുത്തിയേക്കാവുന്ന വിനാശകാരിയായ ഭൂകമ്പം ഹിമാലയൻ മേഖലയിൽ ഉണ്ടാകുമെന്നും ഗവേഷകർ ഹിമാദ്രി എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ മേഖലകളിലാണ് ഈ ഭൂകമ്പം ഉണ്ടാകുക. ഏറെ നാളായി ഇത്തരമൊരു ഭൂകമ്പം മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഭൂകമ്പങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന ഭൂകമ്പ സാധ്യതാ മേഖലയായ ഹിമാലയത്തിൽ വൻ ഭൂകമ്പം സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ബംഗളൂരിലെ ജവഹർലാൽ നെഹ്റു സെന്ററിലെ ഭൗമശാസ്ത്ര വിഭാഗം ഗവേഷകനായ CP രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ജിയോളജിക്കൽ ജേണലിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചത്. 3 വർഷം മുമ്പ് നേപ്പാളിനെ തകർത്തെറിഞ്ഞ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനും സമാനമായേക്കാം ഇതെന്നുമാണ് മലയാളി ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭൗമശാസ്ത്ര ഗവേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ. ഭൗമശാസ്ത്രപരമായ തെളിവുകളും ISRO ഉപഗ്രഹമായ കാർട്ടോസാറ്റിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളും ഗൂഗിൾ എർത്തിലൂടെയുള്ള നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം ഇത്തരമൊരു പഠനം നടത്തിയത്.
ഇത്തരമൊരു ഭൂകമ്പം ഹിമാലയൻ മേഖലയിൽ ഉണ്ടായത് ഏതാണ്ട് 700 മുതൽ 800 വർഷം വരെ മുൻപാണ്, ഏകദേശം 1315നും 1445നും ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇത്ര വർഷം കാര്യമായ ചലനം ഉണ്ടാക്കാത്തത് ഇന്ത്യയും നേപ്പാളും ഉൾപ്പെടുന്ന ഹിമാലയൻ മേഖലകളിൽ കടുത്ത സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ഈ സമ്മർദ്ദമാണ് വൈകാതെ വലിയൊരു ചലനത്തിന് വഴിവെക്കുമെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ യൂറേഷ്യൻ പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടി മൂലം ഉത്തരാഖണ്ഡ് ഉൾപ്പെടുന്ന ഹിമാലയൻ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ളതാണെന്ന് വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജിയിലെ ജിയോളജിസ്റ്റ് നരേഷ് കുമാർ പറയുന്നു. ഇന്ത്യൻ പ്ലേറ്റ് പതുക്കെ വടക്കോട്ട് നീങ്ങുന്നത് ഊർജം വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹിമാലയൻ മേഖലയിലെ ഭൂകമ്പങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ യൂറേഷ്യൻ പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടി മൂലമാണെന്നും കുമാർ പറഞ്ഞു. ഭൂമിക്കടിയിൽ നിലനിൽക്കുന്ന പാറ ഊർജത്തിൻ്റെ മർദ്ദം നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് അത് പൊട്ടി ഊർജം പുറത്തുവിടുകയും ഭൂകമ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഒരു നിശ്ചിത ഇടവേളയിൽ ഭൂകമ്പങ്ങൾ സംഭവിക്കും. ഭൂകമ്പത്തിന്റെ തീവ്രത കൂടുന്തോറും അത് കൂടുതൽ വർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ഥലത്ത് 8 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായാൽ ഏകദേശം 80 മുതൽ 100 വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ ശക്തിയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിശദീകരിച്ചു. മുഴുവൻ ഹിമാലയൻ മേഖലയും 4 അല്ലെങ്കിൽ 5 തീവ്രതയുടെ പരിധിയിൽ വരുന്നുണ്ടെന്നും ഇത് അർത്ഥമാക്കുന്നത് ഭൂകമ്പ സാധ്യത എപ്പോഴും ഉയർന്നതാണ് എന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തരാഖണ്ഡ് മേഖലയിലും ഭൂകമ്പത്തിന്റെ സാധ്യതയുടെ കാരണം ഇതാണെന്നും കുമാർ പറഞ്ഞു. ഭാവിയിലെ ഭൂകമ്പങ്ങളുടെ സാധ്യത മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ വർഷങ്ങളായി ഹിമാലയൻ മേഖലയെയും ഈ മേഖലയിലെ ഭൂകമ്പങ്ങളുടെ രീതിയെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്തോ സാങ്പോ സോൺ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മുഴുവൻ ഏകദേശം 2500 കിലോമീറ്റർ നീളവും 150 കിലോമീറ്റർ വീതിയുള്ളതുമാണ്. തുടർചലനങ്ങൾ ഉണ്ടാകുന്നത് ഊർജം പുറത്തുവിടുമെങ്കിലും ഉത്തരാഖണ്ഡിൽ ഭാവിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. എന്നാൽ മതിയായ ഡാറ്റകൾ ഇല്ലാത്തതിനാൽ ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പ്രയാസമാണെന്നും വിദഗ്ധർ പറഞ്ഞു. പ്രദേശത്തെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും വിദഗ്ധർ അഭ്യർത്ഥിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ നിലവിലെ പല മനുഷ്യന്റെ കൈകടത്തലുകൾ മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും ഇവിടെ വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള വിശകലന ഡാറ്റ ഇല്ലാത്തതിനാൽ ഇത് എപ്പോൾ സംഭവിക്കും, അതിന്റെ തീവ്രത എത്രത്തോളം വലുതാകും എന്നുള്ളതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകാനായിട്ട് ഗവേഷക സംഘത്തിന് സാധിക്കുന്നില്ല. പക്ഷേ ആ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ എപ്പോഴും ജാഗരൂകരാകണം എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് ഇത്തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ നൽകുന്ന ഒരു മുന്നറിയിപ്പ്.